back to Xylem Learning. It's me, Ardra, your social science teacher. നമ്മളെ സോഷ്യൽ സയൻസിലെ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഗ്രീൻ റെവല്യൂഷൻ. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഇത് ഇമ്പോർട്ടന്റ് ആണോ, ഈ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണോ, എക്സാമിന് ചോദിക്കോ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റോറി ഓഫ് വില്ലേജ് പലംപൂരിലാണെങ്കിലും സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മളെ പീപ്പിൾ ആസ് റിസോഴ്സസിലാണെങ്കിലും ഈ ടോപ്പിക്, നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ, അല്ലെങ്കിൽ അതുമായിട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ പോവാണ്. 1960s അല്ലെങ്കിൽ ലേറ്റ് 1960s നമ്മുടെ ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ, നമുക്കറിയാം ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ MS സ്വാമിനാഥന്റെ ലീഡർഷിപ്പിലായിരുന്നു ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. റൈസ്, വീറ്റ് പോലുള്ള ക്രോപ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളൊരു എയിമിലൂടെയായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായുള്ളത്. അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഗ്രീൻ റെവല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം എന്നാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രീൻ റെവല്യൂഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ വേ ഓഫ് ഫാമിംഗ് അല്ല, ഒരു മോഡേൺ മെത്തേഡ് ഓഫ് ഫാമിംഗ് ആണ് ഗ്രീൻ റെവല്യൂഷനിലൂടെ ഇന്ത്യയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഹൈ ഈൽഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് അല്ലെ, HYV സീഡ്സ്, പിന്നെ മോഡേൺ മെഷീൻസ്, ബെറ്റർ ഇറിഗേഷൻ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഇതിനൊക്കെ യൂസ് കൊണ്ട് എന്ത് ചെയ്യുക, ഈ വീറ്റിന്റെയും റൈസിന്റെയും പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളൊരു എയിം ആയിരുന്നു ഗ്രീൻ റെവല്യൂഷനുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നല്ല റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വീറ്റിന്റെയും റൈസിന്റെയും പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കൂടി. അതായത് ട്രഡീഷണൽ സീഡ്സ് യൂസ് ചെയ്ത് നമ്മൾ കൾട്ടിവേഷൻ ചെയ്തിരുന്ന ഒരു സമയത്തേക്കാളും എന്താണ് ഈ മോഡേൺ മെത്തേഡ്സ് അല്ലെ, മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷനിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട കുറച്ച് ടെക്നോളജീസ് അല്ലെ, മോഡേൺ ടെക്നോളജീസ്, ഈ പറഞ്ഞ ബെറ്റർ ഇറിഗേഷൻ ആണെങ്കിലും പെസ്റ്റിസൈഡ്സ് ആണെങ്കിലും ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്തപ്പോഴത്തേക്കും പ്രൊഡക്ടിവിറ്റി എന്തായി, പ്രൊഡക്ഷൻ എന്തായി, വളരെയധികം കൂടി എന്നുള്ളതാണ് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രീൻ റെവല്യൂഷനിൽ പഠിക്കാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.